40 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും GST രജിസ്ട്രേഷൻ വേണം. അതുമാത്രമല്ല, ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെഷീനറി ഇത് കൊണ്ടുവന്നാൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടും GST രജിസ്ട്രേഷൻ നടത്തും. 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി 3 ലക്ഷം സംരംഭങ്ങളിൽ ഒരു 50% ഈ GST രജിസ്ട്രേഷൻ്റെ പരിധിക്ക് താഴെയാണ് കൂട്ടും. എന്നാലും കേരളത്തിൽ ഒരു 1.5 ലക്ഷം പുതിയ GST രജിസ്ട്രേഷൻ വേണമല്ലോ. കേരളത്തിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന GST രജിസ്ട്രേഷൻ എത്രയാണെന്നറിയാമോ? 30,000. അതെന്തുകൊണ്ടാണ്? അതിൽ പകുതിയും വന്നിരിക്കുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 40 ലക്ഷം എന്ന് പറയുന്ന GST രജിസ്ട്രേഷന് വേണ്ട അതിൻ്റെ അളവ് കവിഞ്ഞു വന്ന ബിസിനസ്സുകളുണ്ട്. അത് വന്ന ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ എടുക്കാതെ വെച്ച ആളുകളുണ്ടാവും. 50 ലക്ഷമായിട്ടും 60 ലക്ഷമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ എടുക്കാൻ നിർബന്ധിതരായി കാണും. അപ്പോൾ ഒരു 15,000 പോലും പുതിയ സംരംഭങ്ങളുടെ GST രജിസ്ട്രേഷൻ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ രാജ്യത്തെ GDP-യിലേക്കുള്ള സംഭാവന വർദ്ധിച്ചിട്ടില്ല. 2 GST രജിസ്ട്രേഷൻ വർദ്ധിച്ചിട്ടില്ല. ഇനി സർക്കാരിൻ്റെ ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റ് പറയുന്നത് 1/1/2022 മുതൽ 1/2/2025 വരെ 64,528 ഈ MSMEകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതായത് മീഡിയം, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 64,528. സ്വിഫ്റ്റിൻ്റെ കണക്കാണ്. ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റിൻ്റെ കണക്ക് അത്രയുള്ളൂ. ഇനി അത് തന്നെ എങ്ങനെ വന്നത്? 2021 ഒരു മാറ്റം വരുത്തി കേന്ദ്ര ഗവൺമെൻറ്. എന്താ മാറ്റം വരുത്തിയത്? MSMEയുടെ നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ കൂടി MSME എന്നുള്ള നിർവചനത്തിൽപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? 2021 വരെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായിരുന്നു. 2021 MSMEയുടെ നിർവചനം മാറ്റി. എന്നിട്ട് പറയുന്നു ചില്ലറ മൊത്ത വ്യാപാരങ്ങൾ കൂടി MSMEയിൽ വരുമെന്നാണ്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ 2021-22 വരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ 2022-23 മുതൽ MSMEകളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചില്ലറ മൊത്ത വ്യാപാരം കൂടി MSMEയിൽ വന്നപ്പോഴാണ് ഈ 64,000 പോലും സംസ്ഥാനത്ത് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലും ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി 20, 30, 40, 50 വർഷം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പുതിയതായി ഈ നിർവചനം മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ MSME ആയി മാറി. അങ്ങനെയാണ് ഈ 64,000 തന്നെ വന്നത്. അപ്പോഴും 3 ലക്ഷം ഒന്നും ആരും പറയുന്നില്ല. ഇനി സംസ്ഥാനത്തിൻ്റെ ഇത് പറയാം, സ്റ്റാർട്ടപ്പ്. അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം പറയാം. നമ്മുടെ എന്താ പറയുന്നത്, ഇക്കോസിസ്റ്റം അല്ലേ? സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ താരതമ്യം ചെയ്യുമ്പോൾ 254% വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോസിസ്റ്റത്തിൽ. ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത്. 2ാം LDF സർക്കാരിൻ്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച 1ാം സർക്കാരിൻ്റെ അവസാന 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 254% വർധന. കറക്റ്റാണ്.